കെ സിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേര് പിന്തുണ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. എങ്ങാനും എൻ്റെ പേര് വീണാലോ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 47 പേരോളം കെ സി വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക. ഇനി കെ സി വേണ്ട എന്ന് വിചാരിച്ചു. കെ സി സ്വയം അങ്ങ് തീരുമാനിക്കുന്നു, ഞാൻ മുഖ്യമന്ത്രി ആകുന്നില്ല, പകരം ഞാൻ നിർദ്ദേശിക്കുന്ന ആളെ മുഖ്യമന്ത്രി ആക്കണം എന്ന് കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിന് മുന്നിൽ നിർദ്ദേശം വെച്ചു. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് ഒഴിവാക്കരുത് എന്ന് കെ സി വേണുഗോപാലിന് തോന്നണം. അതായത് ഒരാളുടെ പേര് ഒഴിവാക്കാൻ പാടില്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് ടി സിദ്ദിഖ് അടക്കമുള്ള മരപ്പാഴികളെല്ലാം കൂടിയിട്ട് ഈ പറയുന്ന കെ സി എഴുതി കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയോ? അപ്പം ഇപ്പൊ സണ്ണി വക്കീൽ എഴുതി കൊടുത്തേ, സണ്ണി വക്കീലും കെ സിക്കാ കൊടുത്ത് അനുകൂല ഭാവം അവിടെ പ്രകടിപ്പിച്ചിരിക്കുക. എന്തിനെഴുതി കൊടുത്ത്? വെറുതെ ആണെന്നാണോ വിചാരിച്ചത്? സണ്ണി വക്കീലിന്റെ മനസ്സിൽ നിഷ്കളങ്കമായ ഭാവത്തോടു കൂടി സണ്ണി വക്കീൽ എഴുതി കൊടുത്തതാണോ? അല്ല. ഈ പറഞ്ഞ വീഡിയോ ഒഴിവാക്കി രമേശ് ചെന്നിത്തല ഒഴിവാക്കി കഴിയുമ്പോൾ സണ്ണി വക്കീലിന് കൃത്യമായിട്ട് നറുക്ക് വീഴണം. കെ സിയുടെ മുന്നിലുള്ള നല്ല പിള്ള ആരായിരിക്കണം? സണ്ണി വക്കീലായിരിക്കണം. ഈ ഒരു ചിന്തയുടെ പുറത്താ ടി സിദ്ദിഖ് എഴുതി കൊടുത്ത് ചുമ്മാ ആണെന്നാണോ വിചാരിച്ചേ? സന്ദീപ് വാര്യർ പിന്നെ ഗുണമൊന്നുമില്ല. സന്ദീപ് വാര്യർ മുഖ്യമന്ത്രി പോയിട്ട് ഇനി നേരെ നല്ലൊരു മന്ത്രി പോലും ആവില്ല. അത് വേറൊരു കാര്യം. ഈ പറയുന്ന അങ്ങനെ ചില കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കെ സിയെ താങ്ങി നടക്കുന്നത്. ഈ സണ്ണി വക്കീൽ അടക്കമുള്ള ആൾക്കാർ അവർക്ക് ഗുണം കിട്ടണം, മന്ത്രിയാവണം, മുഖ്യമന്ത്രി ആവണം, സമവായ മുഖ്യമന്ത്രി. തിരുവഞ്ചൂർ കുപ്പായം തയ്പ്പിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല. തിരുവഞ്ചൂരിനെ കൊണ്ടൊന്നും ഇനി മേയിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാലം മാറി. ഒന്നാമത് കാലം മാറി. തിരുവഞ്ചൂരൊക്കെ പഴയ സ്കൂളാ. ഇപ്പോഴും മേളോട്ട് നോക്കി ആകാശപാതയ്ക്ക് പിന്നെ കാല് കളിക്കുന്ന പറഞ്ഞ് നടക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പൊ അതുകൊണ്ട് പുള്ളി പഴയ സ്കൂളാ. പുള്ളിയെ കൊണ്ടൊന്നും ഇനി ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇനി കോട്ടയംകാരെ കൊണ്ട് സമരം ചെയ്യിക്കണം. ആകാശപാതയുടെ മേളിൽ കയറുന്നുണ്ട്, ഇത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളെ തിരുവഞ്ചൂരിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശപാതയുടെ മേളിൽ കയറിക്കൊണ്ട് സമരം ചെയ്യിക്കണം. അപ്പൊ ഇപ്പൊ കുറുപ്പന്തറയിൽ മറ്റേ പെട്ടിയോട്ടയുടെ മേളിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞിട്ട് തലയിൽ പെട്രോൾ ഒഴിച്ച് തന്നൊരു വിഡിയുണ്ട്. ഏതെങ്കിലും വഴിയെ കൂടെ പോകുന്ന ഒരുത്തം വെറുതെ തീപ്പെട്ടി വരച്ചിട്ട് കാണിച്ചാൽ മതിയില്ല. നിന്ന് എരിയത്തില്ലേ? നിന്ന് കത്തിപ്പോത്തില്ലേ? സ്വന്തം ജീവൻ പണയം വെച്ചോണ്ടാണോ പിന്നെ വല്ലവനും വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ഇറങ്ങുന്നത്? അത് ഏത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും വല്ലവന്റെയും പിന്നെ സ്വന്തം ജീവന് പെട്രോൾ ഒഴിച്ച് കൈ വെച്ചോണ്ടാ ഈ മണ്ടത്തരം കാണിക്കാൻ നിൽക്കുന്നത്. പണ്ട് അറിയാമല്ലോ, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ലേ ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം പെരപ്പുറത്ത് കയറിയിരുന്നത് പുതുപ്പള്ളിയിൽ. ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ പുള്ളിയുടെ ഉമ്മൻചാണ്ടിയുടെ വീടിന്റെ മേളിൽ കയറിയിരുന്നു കുറെ എണ്ണം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. അപ്പൊ അതുപോലത്തെ വെറും ആഭാസങ്ങൾ, ഈ സമരാഭാസങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ള പരിപാടികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്.